ഗുണ്ടൽപേട്ട് വന്നിട്ട് ആദ്യം കണ്ടത് മുന്തിരിത്തോട്ടം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വന്നിട്ടുള്ള ചെണ്ടുപൂ തോട്ടത്തിലേക്കാണ്. അതായത് ഓറഞ്ചും യെല്ലോ മിക്സ് ആയ പൂക്കളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ മുന്തിരിത്തോട്ടം കണ്ടു കഴിഞ്ഞ്, ഇപ്പോൾ നമ്മൾ ചെണ്ടുപൂവിൻ്റെ കണ്ടു കഴിഞ്ഞ്, ഇനി നമ്മൾ പോകുന്നത് സൂര്യകാന്തി തോട്ടം കാണാനാണ്. അതിന് മുന്നായിട്ട് നമ്മൾ ഹിമവത് ഗോപാലസ്വാമി ബെട്ടക്കും കൂടി പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇടുന്നതാണ്. അപ്പോൾ ഇതുപോലെ ബുക്കിംഗ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് കബനി സഫാരിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സഫാരിക്ക് വന്നവർക്ക് റൂമിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതേപോലത്തെ പ്ലേസസ് വിസിറ്റ് ചെയ്യാൻ എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും ജസ്റ്റ് ബുക്കിങ്ങിന് വേണ്ടിയിട്ട് ഈ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ ബുക്കിംഗ് കൂടി എടുക്കുന്നുണ്ട്. പിന്നെ എല്ലാത്തിനും ടിക്കറ്റ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ ഈ തോട്ടത്തിലേക്ക് കയറുമ്പോൾ 20 റുപ്യാണ് ഒരാൾക്ക് ടിക്കറ്റ്. മുന്തിരി തോട്ടത്തിലേക്ക് കയറുമ്പോൾ 25 റുപ്യാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത്. അപ്പം ഇപ്പോൾ നെക്സ്റ്റ് നമ്മൾ വന്നിട്ടുള്ളത് സൂര്യകാന്തി തോട്ടത്തിലേക്കാണ്. അപ്പോൾ കണ്ടാ ഫുള്ള് തേനീച്ചലുണ്ട്. ഇനി കുത്തിയെ കണ്ടിനി അടുത്ത് പോയിട്ട്. അപ്പോൾ ഇത് നമ്മൾ വരുന്ന വഴിക്ക് കുറേ കണ്ട്, പക്ഷേങ്കിൽ എല്ലായിടത്തും മിക്കതും ഇങ്ങനെ പാടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ വണ്ടി നിർത്തിയതാണ്. അടിപൊളിയായിട്ടുണ്ട് കാണാൻ, വേറെ ലെവലായിട്ടുണ്ട്. അപ്പോൾ ഇത് അന്നം കാട്ടി ഹൈറ്റ് ഉണ്ട് ഈ ചെടിയല്ലോ. അന്നങ്ങാട്ടി ഹൈറ്റ് ഉണ്ട് ചെടികൾ ഓരോന്ന്. ഇതെല്ലാം കാണാണ്ട് പേരിൽ കുത്തിർന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതെല്ലാം കണ്ട് നമ്മളെ കണ്ണുകൊണ്ട് കണ്ട് തന്നെ തീർക്കണം. ഇതെല്ലാം സത്യം പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട് ഏരിയ. ചുറ്റിലും ഏടെ നോക്കിയാലും ഇവിടെ അപ്പുറം ഇപ്പുറം ഏടെ നോക്കിയാലും ഫുള്ള് സൂര്യകാന്തി. അടിപൊളിയല്ലേ? അപ്പോൾ വരിക, കാണുക, നിങ്ങൾക്ക് ഫോട്ടോസ് വീഡിയോസ് എടുക്കണമെങ്കിൽ എടുക്കുക, പോവുക. ഇത് നശിപ്പിക്കാൻ നിൽക്കരുത്. ആദ്യം എൻട്രി ആകുമ്പോൾ അവരതാ പറഞ്ഞത്, ഞങ്ങളെ ചോറായത് നിങ്ങൾ നശിപ്പിക്കരുത് എന്നുള്ളത്. അതുകൊണ്ട് കയറുന്ന സമയത്ത് നശിപ്പിക്കാണ്ട് ഫോട്ടോസ് വീഡിയോസ് എടുക്കുക, പോവാം. സത്യം പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വിരിഞ്ഞ് കാണാൻ അടിപൊളിയായിട്ടുണ്ട്.